കഫർനാമിലെ പരീശനായ ഏലിയുടെ വീട്ടിൽ ഉച്ചഭക്ഷണം. 1945 മെയ് 14. ഇന്ന് ഏലിയുടെ വീട്ടിൽ വലിയ തിരക്കാണ്. വേലക്കാരന്മാരും വേലക്കാരികളും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. കൂട്ടത്തിൽ ചുണക്കുട്ടനായ എലീശ എന്ന കുട്ടിയുമുണ്ട്. കൂടാതെ 2 വിശിഷ്ട വ്യക്തികളെ കാണുവാനുണ്ട്. വേറെയും 2 പേർ ഇരിക്കുന്നു. ആദ്യത്തെ 2 പേർ മുമ്പ് ഏലിയോടൊപ്പം മത്തായിയുടെ വീട്ടിലേക്ക് പോയവരാണ്. മറ്റേ 2 പേർ സാമുവേലും ജോവാക്യമുമാണെന്ന് മനസ്സിലാവുന്നു. എങ്കിലും അവരെപ്പറ്റി മറ്റൊന്നും അറിഞ്ഞുകൂടാ. കറിയോത്തുകാരനോടൊപ്പം ഈശോ ഒടുവിലായി പ്രവേശിക്കുന്നു. പരസ്പര അഭിവാദനം കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊരു ചോദ്യമുണ്ടായി: കൂടെ ഈ ഒരാൾ മാത്രമോ? മറ്റുള്ളവരൊക്കെ എവിടെ? അവരൊക്കെ ഗ്രാമത്തിൽ ചുറ്റിക്കറങ്ങുന്നു. അവർ വൈകുന്നേരം എത്തും. ഓ ക്ഷമിക്കണം, ഞാൻ ഓർത്തു, ഇത് ശരിയാണ്. കഴിഞ്ഞ രാത്രി ഞാൻ അങ്ങയെ മാത്രമാണ് ക്ഷണിച്ചത്. എല്ലാവരും കൂടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അങ്ങനെ ചെയ്തത്. അവർ ചെറുത്തു നിന്ന് കാണുമെന്ന് ഞാനിപ്പോൾ വിചാരിക്കുന്നു. കഴിഞ്ഞ കാലത്തെ ചെറിയ ഉരുസലുകളുടെ പേരിൽ എൻ്റെ വീട്ടിൽ വരാൻ അവർക്ക് മടിയായിരിക്കും. ഹാ ഹാ. ആ വൃദ്ധൻ ചിരിക്കുകയാണ്. ഹേയ്, അങ്ങനെയല്ല. എൻ്റെ ശിഷ്യന്മാർക്ക് അത്തരം അഹംഭാവമോ തീരാത്ത പകയോ ഒന്നുമില്ല. തീർച്ചയായും അത് നല്ലതാണ്. വരൂ, നമുക്ക് അകത്തേക്ക് പോകാം. ആചാരപ്രകാരമുള്ള ശുദ്ധീകരണ കർമ്മത്തിന് ശേഷം അവർ ഭക്ഷണമുറിയിലേക്ക് പോയി. അതിൻ്റെ മുന്നിലായി വിശാലമായ ഒരു മുറ്റമുണ്ട്. അവിടെ വിരിഞ്ഞു നിൽക്കുന്ന പനിനീർ പൂവുകൾ ആനന്ദദായകമാണ്. ഈശോ എലീശയെ അടുത്ത് വിളിച്ചു തലോടി. മുറ്റത്ത് കളിച്ചു കൊണ്ടിരുന്ന അവൻ്റെ കയ്യിൽ പാമ്പുകടിയുടെ 4 ചുവന്ന അടയാളങ്ങൾ മാത്രമേ ഇപ്പോൾ കാണുവാനുള്ളൂ. അവൻ ഭീകരമായ ആ സംഭവം മറന്നു കഴിഞ്ഞിരിക്കുന്നു. അവൻ്റെ ഓർമ്മയിൽ ഇപ്പോഴുള്ളത് ഈശോ മാത്രമാണ്. കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കതയാലെന്ന വണ്ണം ഈശോയെ ഉമ്മ വയ്ക്കാനും അവിടുത്തെ ഉമ്മ കിട്ടാനും അവൻ ആഗ്രഹിച്ചു. അവൻ ഈശോയുടെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവിടുത്തെ മുടികൾക്കിടയിലൂടെ കാതിലേക്ക് എന്തൊക്കെയോ മന്ത്രിക്കുന്നു. വലുതാകുമ്പോൾ ഈശോയോടൊപ്പം ചെല്ലാമെന്ന ഉദ്ദേശത്തോടെ അവൻ ചോദിച്ചു: അങ്ങേക്ക് എന്നെ വേണോ? എനിക്ക് എല്ലാവരെയും വേണം. നല്ലവനായിരിക്കുക, അപ്പോൾ നീ എന്നോടൊപ്പം വരും. കുതിച്ചു ചാടിക്കൊണ്ട് അവൻ അവിടം വിട്ടുപോയി. അവർ ഭക്ഷണത്തിനിരുന്നു. എല്ലാം കുറ്റമറ്റതാക്കാൻ ആഗ്രഹിച്ച ഏലി തൻ്റെ ഒരു വശത്ത് ഈശോയെയും മറുവശത്ത് യൂദായെയും ഇരുത്തി. യൂദയോട് ചേർന്ന് ശിമിയോനും ഈശോയോട് ചേർന്ന് ഊറിയായും കൂടിയുണ്ട്. ഭക്ഷണം ആരംഭിച്ചു. ആദ്യമൊക്കെ അവർ അതുമിതും പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ അത് രസകരമായി. മുറിവുകൾ വേദനിപ്പിക്കുന്നവയും വിലങ്ങുകൾ ഭാരമുള്ളതുമാകയാൽ പാലസ്തീനെ റോമ അടിമയാക്കി വെച്ചിരിക്കുന്നതിനെപ്പറ്റി, ആ സ്ഥിരം വിഷയത്തെപ്പറ്റിയായി സംഭാഷണം. ഈ വിഷയം എടുത്തിട്ടത് മനഃപൂർവ്വമായിട്ടാണോ അല്ലയോ എന്ന് നിശ്ചയമില്ല. റോമായുടെ പുതിയ കടന്നാക്രമണങ്ങളെ ദൈവദൂഷണമായി 5 പരീശന്മാർ അപലപിച്ചിട്ടുള്ള സാഹചര്യത്തിൽ ഈ ചർച്ചയിൽ ഈശോയ്ക്ക് താല്പര്യമുണ്ടാകുവാൻ അവർ ആഗ്രഹിച്ചു കാണും. അങ്ങേക്കറിയാമല്ലോ, നമ്മുടെ കീശയിലെ അവസാനത്തെ നാണയം വരെയും കൈക്കലാക്കാനാണ് അവരുടെ നോട്ടം. ഇതേപ്പറ്റി അവരെപ്പറ്റി നാം ദേവാലയത്തിൽ വെച്ച് സംസാരിക്കുന്നു എന്ന് അവർ അറിഞ്ഞിരിക്കുന്നു. യാതൊരു മര്യാദയും കൂടാതെ ദേവാലയത്തിലേക്ക് കടന്നു കയറുമെന്നാണ് അവരുടെ ഇപ്പോഴത്തെ ഭീഷണി. ഇതിലെന്തെങ്കിലും ദിവസം പുരോഹിതന്മാരുടെ ആലയങ്ങളിലും അവർ വന്ന് കയറിയേക്കുമെന്ന ഭയവും എനിക്കുണ്ട്. ജോവാക്യം ഒച്ചവെച്ചു. അതേപ്പറ്റി അങ്ങ് എന്ത് പറയുന്നു? ഇത് കേട്ടിട്ട് അങ്ങേക്ക് വിഷമം തോന്നുന്നില്ലേ? ഏലി ചോദിച്ചു. നേർക്കുനേരെയുള്ള ഈ ചോദ്യത്തിന് ഈശോ ഇപ്രകാരം മറുപടി പറഞ്ഞു: ഒരു ഇസ്രായേൽക്കാരൻ എന്നുള്ള നിലയിൽ വിഷമമുണ്ട്, എന്നാൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ അതില്ല. എന്താണ് ഇങ്ങനെ ഒരു വേർതിരിവ്? എനിക്കത് മനസ്സിലാവുന്നില്ല. അങ്ങ് 2 പേർ ചേർന്ന ഒരാളാണോ? അങ്ങനെയല്ല. എന്നാൽ എന്നിൽ രക്തവും മാംസവുമുണ്ട്. അത് ജന്തുസഹജമാണ്. പിന്നെ ആത്മാവുണ്ട്. നിയമത്തിനും വിധേയനായ ഒരു ഇസ്രായേൽക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കടന്നേറ്റങ്ങൾ അവൻ്റെ ആത്മാവിന് വേദനാജനകമാണ്. എന്നാൽ രക്തത്തിനും മാംസത്തിനും അത് വേദനയുണ്ടാക്കുന്നില്ല. എന്തെന്നാൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന ആ നീണ്ടവടി എൻ്റെ പക്കലില്ല. എന്താണ് പറഞ്ഞത്? ശ്രദ്ധിച്ചു കേട്ടോളൂ. ദേവാലയത്തിൽ വെച്ച് റോമാക്കാർക്ക് നികുതി കൊടുക്കുന്ന കാര്യങ്ങളും മറ്റും നിങ്ങൾ സംസാരിക്കാറുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് മറ്റാരും ഒളിഞ്ഞിരുന്നു കേൾക്കുമെന്ന ഭയവും നിങ്ങൾക്കില്ലായിരുന്നു. എന്നാൽ ഇനിയും ആ പണി നടപ്പില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ മുഴുവൻ സമ്പാദ്യത്തിനും നികുതി കൊടുക്കേണ്ടി വരുമെന്നും നികുതി പിരിക്കുന്നവരിൽ നിന്ന് ഒരു ചില്ലിക്കാശ് പോലും ഒളിച്ചു വെക്കാൻ പറ്റില്ലെന്നും നിങ്ങൾ ഭയപ്പെടുന്നു. എനിക്ക് യാതൊരു സമ്പത്തുമില്ല. ഞാൻ ജീവിക്കുന്നത് മറ്റുള്ളവരുടെ കാരുണ്യം കൊണ്ടും എനിക്ക് അവരോടുള്ള സ്നേഹം കൊണ്ടുമാണ്. എനിക്ക് സ്വർണമോ വസ്തുവകകളോ മുന്തിരിത്തോട്ടങ്ങളോ വീടുകളോ ഇല്ല.
ആകെ കൂടി ഉള്ളത് നീതി കൊടുക്കാൻ പോലും കണക്കാക്കപ്പെടാത്ത ഒരു ചെറിയ വീട് എൻ്റെ അമ്മയുടെ വകയായി നാസ്രയത്തിലുള്ളതാണ്. അതിനാൽ വരുമാനം സംബന്ധിച്ച് എൻ്റെ പ്രസ്താവന കള്ളമാണെന്ന് തെളിയുമെന്നോ എന്നോട് പിഴ ഈടാക്കുമെന്നോ എന്നെ ശിക്ഷിക്കുമെന്നോ ഉള്ള ഭയം എനിക്കില്ല. എനിക്കാകെ കൂടിയുള്ള സമ്പത്ത് ദൈവം തന്നിട്ടുള്ള വചനമാണ്. അതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. എന്നാൽ മനുഷ്യൻ ഒരു തരത്തിലും കൈവെക്കാൻ കഴിയാത്ത മഹത്തായ ഒരു കാര്യമാണത്. എങ്കിലും അങ്ങ് ഞങ്ങളുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? കൊള്ളാം. നിങ്ങളുടേതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ എൻ്റെ അഭിപ്രായം ഞാൻ തുറന്നു പറയുന്നതിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കുക. ഞാൻ നിങ്ങളുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ എൻ്റെ പെരുമാറ്റം മറ്റൊരു തരത്തിലാകുമായിരുന്നു. അതെങ്ങനെ? പരിശുദ്ധമായ സത്യത്തെ കടന്നാക്രമിക്കാത്ത രീതിയിൽ നികുതി തുടങ്ങിയ മാനുഷികമായ കാര്യങ്ങളെപ്പോലും ആ സത്യം പ്രാവർത്തികമാക്കുകയെന്നത് എപ്പോഴും അതിമഹത്തായ ഒരു പുണ്യമാണ്. എങ്കിലും അപ്പോൾ അങ്ങനെ ചെയ്താൽ അവർ നമ്മെ എത്രത്തോളം കൊള്ളയടിക്കും? ഞങ്ങൾക്ക് ധാരാളം സമ്പത്തുണ്ടല്ലോ, അതിനാൽ ഞങ്ങൾ ധാരാളം നികുതി കൊടുക്കേണ്ടി വരും എന്ന കാര്യങ്ങൾ അവിടുന്ന് പരിഗണിക്കുന്നില്ലേ? ഇത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞുവല്ലോ. ദൈവം നിങ്ങൾക്ക് ധാരാളമായി തന്നു, അതിന് ആനുപാതികമായി നിങ്ങൾ ധാരാളം കൊടുക്കുകയും വേണം. എന്നാൽ നിർഭാഗ്യവശാൽ പാവപ്പെട്ടവരിൽ നിന്ന് അമിതമായി നികുതി ഈടാക്കപ്പെടുന്നുണ്ട്. ഈ സ്ഥിതിവിശേഷത്തെപ്പറ്റി നമുക്കറിയാം. നിങ്ങളുടെ മോശമായ പെരുമാറ്റം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇസ്രായേൽക്കാരുടെ ഇടയിൽ അനീതിപരമായ എന്തെല്ലാം നികുതി പിരിവുകളാണുള്ളത്. ഇപ്പോൾ തന്നെ ധാരാളം സമ്പത്തുള്ള ഉന്നതന്മാർക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത്. അതേസമയം പാവപ്പെട്ട ജനങ്ങൾ കഷ്ടപ്പെട്ട് പണമുണ്ടാക്കി നികുതി കൊടുക്കുകയും പട്ടിണി കിടക്കുകയും ചെയ്യേണ്ടി വരുന്നു. അയൽക്കാരനോടുള്ള സ്നേഹം ഇതിനെ അനുകൂലിക്കുകയില്ല. ഇസ്രായേൽക്കാരായ നമ്മൾ പാവപ്പെട്ടവരുടെ ഭാരം കൂടി ഏറ്റെടുക്കുന്നതിനെപ്പറ്റി ചിന്തിക്കേണ്ടതാണ്. അങ്ങ് ഇങ്ങനെയൊക്കെ പറയുന്നത് അങ്ങും ഒരു പാവപ്പെട്ടവനായതുകൊണ്ടാണ്. ഊറിയ, നിങ്ങൾ പറയുന്നത് ശരിയല്ല. ഞാനിങ്ങനെ പറയുന്നത് അത് നീതിയായതുകൊണ്ടാണ്. റോമാക്കാർക്ക് ഇപ്രകാരം നമ്മെ അടിച്ചമർത്താൻ കഴിഞ്ഞതിൻ്റെ കാരണം എന്താണ്? അതെന്തെന്നാൽ നാം പാപം ചെയ്തു. വിദ്വേഷം മൂലം നാം പലതായി വിഭജിക്കപ്പെട്ടു. ധനവാന്മാർ പാവപ്പെട്ടവരെ വെറുക്കുന്നു, പാവപ്പെട്ടവർ ധനവാന്മാരെയും. നീതിരഹിതമായ ഈ സാഹചര്യത്തിൽ ശത്രു മുതലെടുപ്പ് നടത്തുകയും നമ്മെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങിപ്പോൾ പലവിധ കാരണങ്ങൾ പറഞ്ഞുവല്ലോ. ഇനിയും വല്ലതുമുണ്ടോ? മതത്തിന് നൽകിയിരിക്കുന്ന ദിവ്യമായ സ്ഥാനം ദുരുപയോഗപ്പെടുത്താനും അതിനെ മാനുഷികമായ കാര്യങ്ങൾക്കുള്ള കുറ്റമറ്റ അഭയസ്ഥാനമാക്കി മാറ്റാനും അതുവഴി സത്യത്തിനെതിരെ സഞ്ചരിക്കാനും എനിക്കിഷ്ടമില്ല. അവിടുന്ന് ഞങ്ങളെ ശകാരിക്കുകയാണോ? അല്ല. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയുകയാണ്. നിങ്ങളുടെ സ്വന്തം മനസാക്ഷിയുടെ സ്വരം ശ്രവിച്ചു നോക്കൂ. നിങ്ങൾ ഗുരുക്കന്മാരാണ്. അതുകൊണ്ട് നാം ഉണർന്നെഴുന്നേൽക്കാനും കലാപമുണ്ടാക്കാനും ആക്രമണകാരിയെ ശിക്ഷിക്കാനും നമ്മുടെ രാജ്യം വീണ്ടെടുക്കാനും ഇതാണ് സമയമെന്ന് ഞാൻ പറയും. ശിമയോൻ പ്രതികരിച്ചു. ശരിയാണ്, ശരിയാണ് ശിമയോനെ, നീ പറഞ്ഞത് ശരിയാണ്. എന്നാൽ മിശിഹ ഇവിടെയുണ്ട്, അവിടെ നിന്നാണ് ഇത് ചെയ്യേണ്ടത്, എലി പറഞ്ഞു. എന്നാൽ മിശിഹ ഈ സമയത്തേക്ക് ഈശോ മാത്രമാണ്. അവൻ കലാപമൊഴികെ എന്തിനേയും അനുകൂലിക്കും. ഇത് എന്നോട് ക്ഷമിക്കുക. നമുക്ക് ശിമയോനെ കേൾക്കൂ. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പറയുന്നത് ഓർക്കുക. ശൗൽ ഗിൽഗാലിലായിരുന്നപ്പോൾ ഫിലിസ്ത്യർക്ക് മിക്മാഷിലെത്തി. ജനങ്ങൾ ഭയപ്പെടുകയും ചിന്നിച്ചിതറുകയും ചെയ്തു. എന്നിട്ട് പ്രവാചകനായ ശമൂവേൽ എത്തിയില്ല. ദൈവദാസനായ ശമൂവേലിനെ മുൻനിർത്തി ദൈവത്തിന് ബലിയർപ്പിക്കാൻ ശൗൽ തീരുമാനിച്ചു. ശമൂവേൽ അവിവേകിയായ ശൗലിനോട് പറഞ്ഞത് ഇപ്രകാരമാണ്: ഒരു വിഡ്ഢിയെ പോലെയാണ് നിങ്ങൾ പെരുമാറിയത്. ദൈവം നിങ്ങളോട് കൽപ്പിച്ച പ്രകാരം നിങ്ങൾ ചെയ്തില്ല. നിങ്ങൾ ദൈവത്തെ അനുസരിച്ചിരുന്നുവെങ്കിൽ അവിടുന്ന് ഇസ്രയേലിന് മേലുള്ള നിങ്ങളുടെ പരമാധികാരം സ്ഥിരമാക്കി തരുമായിരുന്നു. എന്നാൽ ഇനി ആ അധികാരം അധികനാൾ നീണ്ടു നിൽക്കുകയില്ല. ആ സമയത്ത് അഹംഭാവത്തോടു കൂടി ചെയ്ത ഒരു പ്രവൃത്തി കൊണ്ട് ആ രാജാവിനോ രാജ്യത്തിനോ ഗുണമുണ്ടായില്ല. ദൈവത്തിന് പ്രവർത്തിക്കേണ്ട സമയമറിയാം, മനുഷ്യനതറിഞ്ഞുകൂടാ. കാര്യങ്ങൾ ദൈവത്തിന് വിടുക, പരിശുദ്ധമായ പെരുമാറ്റത്തിലൂടെ അവിടുത്തെ സഹായം നേടുക. എൻ്റെ രാജ്യം ലഹളയുടേതോ ക്രൂരതയുടെയോ രാജ്യമല്ല, എങ്കിലും അത് സ്ഥാപിക്കപ്പെടും. അത് കുറച്ചു പേരുടെ മാത്രം അഭയസ്ഥാനമായിരിക്കുകയില്ല, അത് സാർവത്രികമായിരിക്കും. അതിലേക്ക് വരുന്നവർ അനുഗ്രഹീതരായിരിക്കും. എളിയ നിലയിൽ വന്നിരിക്കുന്ന എന്നെ കണ്ട് ലൗകികമായ രീതിയിൽ തെറ്റിദ്ധരിക്കാതെ എന്നിൽ രക്ഷകനെ കണ്ടെത്തുന്നവരായിരിക്കും.
അവർ ഭയപ്പെടേണ്ട, ഞാൻ രാജാവായിരിക്കും, ഇസ്രയേലിൽ നിന്നും വന്ന രാജാവ്. അവൻ തൻ്റെ രാജ്യത്തിൽ മനുഷ്യരാശിയെ മുഴുവൻ ഉൾപ്പെടുത്തും. എന്നാൽ ഇസ്രയേലിൻ്റെ ഗുരുക്കന്മാരായ നിങ്ങൾ എൻ്റെ വാക്കുകളെയും എന്നെപ്പറ്റി പ്രവാചകൻ പറഞ്ഞിട്ടുള്ള വാക്കുകളെയും തെറ്റിദ്ധരിക്കരുത്. മാനുഷികമായ രാജ്യം എത്ര ശക്തമായിരുന്നാലും സാർവത്രികവും നിത്യവും ആവുകയില്ല. എന്നാൽ എൻ്റെ രാജ്യം അങ്ങനെയായിരിക്കുമെന്ന് പ്രവാചകന്മാർ പറയുന്നു. അത് നിങ്ങളുടെ സത്യബോധത്തെ ഉണർത്തുകയും എൻ്റെ രാജ്യത്തെ ആധ്യാത്മികത്വം മനസ്സിലാക്കുവാൻ നിങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യട്ടെ. അത് ഞാൻ നിങ്ങൾക്ക് വിടുന്നു. എന്നാൽ ഏലിയോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഇത് നിങ്ങളുടെ പണസഞ്ചിയാണ്. ശെമയോൻ യോനാസിൻ്റെ ഒരു അഭയസങ്കേതത്തിൽ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ധാരാളം പാവപ്പെട്ടവരുണ്ട്. എന്നോടൊപ്പം വരിക. നാം അവർക്ക് സ്നേഹപൂർണമായി സഹായം നൽകുവാൻ പോകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അല്പം കൂടി ഇരിക്കൂ, പരീശന്മാർ അഭ്യർത്ഥിച്ചു. എനിക്കത് കഴിയുകയില്ല. സുഖം പ്രാപിക്കുന്നതിന് വേണ്ടി എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവർ ശാരീരികമായും മാനസികമായും രോഗം ബാധിച്ചവരാണ്. നാളെ ഞാൻ ദൂരസ്ഥലത്തേക്ക് പോവുകയാണ്. എന്നെ കാണുന്ന ഓരോരുത്തരും നൈരാശ്യബോധമില്ലാതെ പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഗുരു, ഞാൻ വളരെ പ്രായം ചെന്നവനും ക്ഷീണിതനുമാണ്. എൻ്റെ നാമത്തിൽ അങ്ങ് പോവുക. കൂടെ യൂദാസും ഉണ്ടല്ലോ. അയാളെ ഞങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. ആ പ്രവൃത്തി അങ്ങ് തന്നെ ചെയ്യുക. ദൈവം അങ്ങയോടുകൂടെ ഉണ്ടായിരിക്കും. യൂദാസിനോടൊപ്പം ഈശോ പുറത്തേക്ക് പോയി. നാൽക്കവലയിലെത്തിയപ്പോൾ യൂദാസ് പറഞ്ഞു, ആ പഴയ അണലി തന്നെ. അയാൾ എന്താണ് ഉദ്ദേശിച്ചത്? അതൊക്കെ മറന്നേക്കൂ. കുറഞ്ഞ പക്ഷം ഇപ്പോഴത്തേക്കെങ്കിലും അയാൾ നിന്നെ പ്രശംസിക്കാൻ ആഗ്രഹിച്ച കാര്യത്തെപ്പറ്റി ഓർത്തോളൂ. ഗുരു, അത് സാധ്യമല്ല. നല്ലത് ചെയ്യുന്നവരെ പ്രശംസിക്കുവാൻ അവരുടെ ചുണ്ടുകൾ ഒരിക്കലും കഴിയുകയില്ല. ഞാനിത് ആത്മാർത്ഥമായി പറയുകയാണ്. നമ്മുടെ കൂടെ വരുന്ന കാര്യത്തെപ്പറ്റി അയാൾ പറഞ്ഞത് കേട്ടില്ലേ? അയാൾ പാവപ്പെട്ടവരെ വെറുക്കുന്നതിനാലും അവരുടെ ശാപം കേൾക്കേണ്ടി വരുമെന്ന് ഭയപ്പെടുന്നതിനാലുമാണ് അങ്ങനെ പറഞ്ഞത്. ഇവിടെയുള്ള പാവപ്പെട്ടവരെ അയാൾ കൂടെ കൂടെ പീഡിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എവിടെയും സത്യം ചെയ്യാം. അതിലെനിക്ക് ഭയമില്ല. അതുകൊണ്ട് യൂദാസ്, നല്ലവനായിരിക്കുക, നല്ലവനായിരിക്കുക. ദൈവം വിധി കൽപ്പിക്കട്ടെ.